വായനാശീലം തൊട്ട് തീണ്ടാത്ത ഞാൻ പോലും ഈ പുസ്തകം ഇത്രമേൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ എഴുത്തുകാരൻ്റെ മായാജാലം തന്നെയാണ്. അതെ, ഹറമൈനിലെ ഓർമ്മകൾ. ഒരു ഉംറ യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ഒരു അമീറിൽ നിന്ന് കിട്ടുന്നതിലുമപ്പുറം വിവര വിശദീകരണങ്ങൾ ഇതിൽ നിന്നും സ്വായത്തമാക്കാൻ കഴിയും. എന്തിനാണ് സഅയ് ചെയ്യുന്നത്? എന്തിനാണ് റംല് നടത്തം നടക്കുന്നത്? അറഫ മലക്ക് എങ്ങനെ അറഫ എന്നുള്ള പേര് വന്നു? ജംറകളിൽ കല്ലെറിയാനുള്ള കാരണം? ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും അതിലുപരി നാം കേട്ടുപരിചയം മാത്രമുള്ള ഒരുപാട് പള്ളികളും പുണ്യഭൂമികളും എല്ലാം ചരിത്രം ഉൾപ്പെടെ വിശദീകരിക്കുന്നുണ്ട്. വായനക്കാരന് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിവരങ്ങളാണ് ലഭിക്കുന്നത്. വായിൽ ഇട്ടാൽ അലിഞ്ഞു പോകുന്ന പഞ്ഞിമിഠായി പോലെ മൃദുലമായി ഹൃദയാഴങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ഓരോ പദപ്രയോഗങ്ങൾ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ അങ്ങോട്ട് വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു അനുഭൂതിയാണ് ലഭിക്കുന്നത്. വർണ്ണിക്കാൻ വാക്കുകളില്ല. വായനക്കാരൻ്റെ അധരങ്ങൾ അറിയാണ്ട് മന്ത്രിച്ചു പോകുന്നു. ഇതേപോലെ ഒരു ദിവസം ഞങ്ങൾക്കും പോകണം. ഈ പറഞ്ഞ സ്ഥലങ്ങളും മഖബറകളും എല്ലാം സിയാറത്ത് ചെയ്യണം. ഒരു വിരഹത്തിൻ്റെ കഥയോ അല്ലെങ്കിൽ ഒരു വേർപാടിൻ്റെ കഥയോ ഒന്നുമല്ല. എന്നിട്ടും എന്തിനാ വായിക്കുന്നതിനിടയിൽ വായനക്കാരൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അണപൊട്ടി ഒഴുകുന്നത് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഹജറുൽ അസ്വദിനെയും ആറ്റയരുടെ പച്ചക്കുബ്ബയെയും വർണ്ണിക്കുന്നത് മാത്രം വായിച്ചാൽ തന്നെ കൺപോളയിൽ ആനന്ദക്കണ്ണീർ തളം കെട്ടി ഒഴുകാൻ ധൃതി കൂട്ടും. ഞാൻ വീണ്ടും പറയുന്നു, ഒരുപാട് വായനാശീലം ഉള്ളവനായാലും അല്ലെങ്കിലും ഈ